പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 8 തിരുവചനം. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിന്നിലും നിന്നെ സംരക്ഷിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ നീതി കാണിക്കുന്നവരാണോ മറ്റുള്ളവരോട്? അല്ലെങ്കിൽ നമ്മൾ നീതി ജീവിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക, നമ്മുടെ നീതിയെ നമ്മളെ മുന്നിൽ നിന്ന് സംരക്ഷിക്കുന്നത്. വലിയ അനർത്ഥത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, തെല്ല പ്രതിസന്ധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തിന്മയുടെ കണികളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് പുറകിലാണ് ദൈവത്തിൻ്റെ മഹത്വം. മുന്നിൽ നിൽക്കേണ്ടത് എപ്പോഴും നമ്മുടെ നീതിയാണ്. നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, നമ്മൾ നീതി കാണിക്കുന്നവരാണോ, നമ്മൾ നീതിയിൽ ജീവിക്കുന്നവരാണോ? ഈ വചനം ശരിക്കും ഇന്ന് ഉപവാസത്തിൻ്റെ ഈ കാലത്ത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, പുതിയൊരു വർഷത്തിന് ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരി പ്രാധാന്യം ഇറക്കിയെന്നൊരു വചനം. പ്രവാചകൻ്റെ പുസ്തകം 58 6 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നുഖത്തിൻ്റെ കെട്ട് പൊട്ടിക്കണം, ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കണം. അതേപോലെ നമ്മൾ വഹിക്കുന്ന നുഖം, അതിൻ്റെ ആ നുഖത്തിൻ്റെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ശരിക്കും ലോകത്തോടുള്ള മൈത്രിയിൽ ലോകത്തിൻ്റെ നുഖമാണോ? അങ്ങനെയാണ് ആ നുഖത്തിൻ്റെ കയറുകൾ നമ്മൾ അഴിക്കണം. മർദ്ദരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും തകർക്കുകയും ചെയ്യുന്ന തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഉപവാസമൊന്നും പ്രാർത്ഥനയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കാതെ നമ്മുടെ വീഴ്ചകളൊക്കെ നമ്മൾ ന്യായീകരിക്കും, നമ്മൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളൊക്കെ നമ്മൾ ന്യായീകരിക്കും. ആ സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോയാന്നും അവന് അല്ലെങ്കിൽ അവളങ്ങനെ ചെയ്തുകൊണ്ടാണ്, അവളങ്ങനെ പറഞ്ഞുകൊണ്ട്, അവനങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കത് പറ്റിപ്പോയെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ന്യായീകരിക്കാറുണ്ട്. തമ്പുരാൻ പറയുക, നീ ദുഷ്ടതയുടെ കെട്ടൊന്ന് പൊട്ടിച്ച് നമ്മളിപ്പോൾ വഹിക്കുന്ന ഈ ലോകത്തിൻ്റെ മുഖമൊന്ന് തകർത്തേ, അതിനുശേഷം പ്രാർത്ഥിക്കേണ്ടത്. മാത്രം പോരാ, വിശക്കുന്നവനുമായിട്ട് ആഹാരം പങ്കുവെക്കണം. അതേപോലെ തന്നെ ഭവനത്തിലേക്ക് നമ്മുടെ വീട്ടിൽ സ്വീകരിക്കണം. ഒരുപക്ഷെ മറ്റുള്ളതെല്ലാം നമുക്ക് പറ്റുമായിരിക്കും, നഗ്നനെ ഉടിപ്പിക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒക്കെ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഈ ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണ്. വീടില്ലാത്ത വഴിയടിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ നിവൃത്തികേടുള്ളവനെ ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യാതിരിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമോ? നമ്മുടെ വീട്ടിൻ്റെ ഒരു മുറി കൊടുത്തല്ലേ നമ്മുടെ വീട്ടിൻ്റെ ഒരു ഭാഗത്തവനെ താമസിപ്പിക്കാനായിട്ട് അത്രമാത്രം നീതിയിൽ അത്രമാത്രം കരുണയുള്ളവരാണോ നമ്മൾ? നമ്മുടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക, ഭവനരഹിതനെ നീ നിൻ്റെ വീട്ടിൽ സ്വീകരിക്കണമെന്നാണ്. അപ്പോൾ സാധിക്കാൻ പറ്റാത്തൊരു വചനവും തമ്പുരാൻ പറയത്തുമില്ല. തമ്പുരാൻ പറഞ്ഞ വചനം, നമ്മൾ വായിക്കുന്ന വചനങ്ങളൊക്കെ നമുക്ക് അക്ഷരബദ്ധി ജീവിതത്തിൽ അനുസരിക്കാനായിട്ട്, അത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നതൊക്കെയാണ്. പലപ്പോഴും പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ, കർത്താവ് നിൻ്റെ വചനത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, വചനം ജീവിക്കുന്ന വ്യക്തിയായിട്ട് എന്നെ മാറ്റണമേ. നിൻ്റെ വലിയ കൃപയാലും നിൻ്റെ വലിയ സ്നേഹത്താലും എന്നെ നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.